ഈ പിള്ളേരെ കൊണ്ട് വലിയ തൊല്ല പുറത്തിറക്കി വിട്ടാ മതി, എങ്ങോടെങ്കിലും കോടിപ്പോക്കോളും. നോക്കിയും കണ്ടൊക്കെ നടക്ക്. കണ്ട മൊട്ടേന്ന് വിരിച്ചിട്ടില്ല, എഴുതി വെച്ചങ്ങനെ നോക്കി. എന്നോട് എന്തിന് പിണക്കം? ഇങ്ങോട്ട് പറയാൻ ശരിയായി തരാം. നിങ്ങളൊക്കെ പഠിപ്പിക്കണ നേരത്തല്ല വേറെ വല്ല പണിക്കും പോകാറുണ്ട്. മാഷേ ഗുഡ് മോർണിംഗ്. ഇപ്പൊ എന്തിനാ ഈ ഗുഡ് മോർണിംഗ് പറയണേ? അല്ല മാഷല്ലേ പറഞ്ഞ പഠിപ്പിച്ച മാഷന്മാരെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയണമെന്ന്. അല്ല ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിന്റെ ഈ വരവുണ്ടല്ലോ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കള്ളു കുടിച്ചോണ്ട് സ്കൂളിലേക്ക് കയറി വരരുതെന്ന്. എന്തിനാ ഞാൻ നമ്മുടെ ദാമോദരൻ മാഷിനെ കുറിച്ച് ഓർത്തപ്പോ സങ്കടം കൊണ്ട് കഴിച്ചു പോയതാ. ദാമോദരൻ മാഷിന് എന്താ പറ്റിയേ? മാഷിനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. എന്റെ പൊന്നു മാഷെ, നമ്മളെ ദാമോദരൻ മാഷിനെ പോലെ ഇത്ര അർപ്പണബോധവും ആത്മാർത്ഥതയുള്ള ഒരു അധ്യാപകൻ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന നമ്മുടെ സ്കൂളിലൊരു തീരാ നഷ്ടം. അറിയാമോ? ഇതാണ് കുഴപ്പം. ആരെങ്കിലും ഒരാൾ മരിച്ചാലാ, പിരിഞ്ഞു പോയാലാ, പെൻഷൻ പറ്റാലാ, അവരെ കുറിച്ച് പറയാൻ മാത്രമേ ആൾക്കാർക്ക് നേരം ഉണ്ടാവുള്ളൂ. നീ പറഞ്ഞ പോലെ ഇത്ര വലിയ സംഭവമാണ് ദാമോദരൻ മാഷെന്നൊന്നും എനിക്ക് തോന്നണില്ല. അങ്ങനെ സംസാരിച്ചു പോയല്ലേ, അതാറ് പറഞ്ഞാൽ അത് ശരിയല്ല. എന്താ ഈ കഴിഞ്ഞിടക്ക് നമ്മുടെ വലിയ മഴ പെയ്തപ്പോഴത്തേക്ക് ആ സ്കൂളിന്റെ ഓട് പൊട്ടി പിള്ളേരുടെ തലയിൽ കൂടി മൊത്തം വെള്ളം ഒഴുകിയിട്ട് ഇവിടെ അത്രയും ടീച്ചർമാരും സാറന്മാരും ഉണ്ട്. ആരെങ്കിലും ആ ഓടൊന്ന് മാറ്റിയിട്ടാരും അതിന് മോളിൽ കയറാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിട്ടുണ്ട് അത് മാറ്റിയിടാൻ? അറിയത്തില്ലല്ലേ. നേരെ മറിച്ച് ദാമോദരൻ മാഷും കൊണ്ടൊന്ന് മുണ്ടും മടക്കി കുത്തി സ്കൂളിന്റെ മേളിലോട്ട് കയറി ആ ഓടം കൊണ്ട് ശരിയാക്കിയിട്ട് അവിടെ നിന്ന് സകല പിള്ളേരും കണ്ട്. എന്തെന്ന്? ദാമോദരൻ മാഷിന് ശുഷ്കാന്തി. അതുപോലെ മറ്റൊരു സംഭവം, എന്തെന്ന്? കഞ്ഞി. ആര്? ഞാനോ? സാറിന്റെ കാര്യമല്ല, ഉച്ചക്കഞ്ഞിയുടെ കാര്യം പറഞ്ഞു. ആ സ്കൂളിൽ പഠിക്കുന്ന ഈ വിശന്ന് കുറഞ്ഞിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു തവി കഞ്ഞി അങ്ങോട്ട് വിളമ്പി കൊടുക്കാൻ അവിടെ ആ സ്കൂളിൽ ആളില്ല. ഉച്ചക്കഞ്ഞി വിളമ്പാനുള്ള തള്ളക്കന്ന് പനിയായിട്ട് വരാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ? അവർക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ അവര് വരണ്ട. അവിടെ എത്രയോ ടീച്ചർമാരും സാറുമാരിരുന്ന് നിങ്ങൾക്ക് ഒരു തവി കഞ്ഞ പിള്ളേർക്ക് വിളമ്പി കൊടുത്താൽ നിങ്ങളുടെ കൈയുടെ വളകൂരി പോകും. ഞങ്ങളുടെ പണിയൊന്നുമല്ല, ഞങ്ങളുടെ പണി പഠിപ്പിക്കല. നിങ്ങൾക്ക് കഴിയല്ല. പക്ഷെ ദാമോദരൻ മാഷല്ല, ദാമോദരൻ മാഷ് നടുവിന് ബെൽറ്റ് ഇട്ടിരുന്ന ആ മനുഷ്യൻ ഇങ്ങോട്ട് വന്നിട്ട് മുണ്ടും മടക്കി കുത്തി ആ തവി അങ്ങോട്ട് എടുത്ത് കുനിഞ്ഞിന്ന് പിള്ളേർക്ക് കമ്പളിച്ച് കഞ്ഞിയമ്മ അങ്ങോട്ട് വിളമ്പി കൊടുത്തു. അവിടെ നിന്ന് സകല കുഞ്ഞുങ്ങളും കണ്ട് എന്ത് ദാമോദരൻ മാഷിന്റെ ശുഷ്കാന്തി. അറിയോ? ഒരു ഓട് മാറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ പിള്ളേർക്ക് മുഴുവൻ കഞ്ഞി വിളമ്പി കൊടുത്തോണ്ടൊന്നും ഒരാൾ വലിയ ആളായെന്നൊന്നും എനിക്ക് തോന്നണില്ല. അങ്ങനെ സംസാരിച്ചു പോലെ. അല്ല മാഷിന്റെ അങ്ങനെ പറഞ്ഞു, അതൊക്കെ പോട്ടെ. വേറെ സംഭവം, ഈയിടെ തന്നെ നമ്മളെ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഏത് ദിവസം? സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ആഗസ്റ്റ് 15 ഒരു വക അറിയത്തില്ല, ചുമ്മാ അങ്ങ് പഠിപ്പിച്ചോളൂ പിള്ളേരെ. നിങ്ങൾ ഈ ആഗസ്റ്റ് 15 ദേശീയ പതാക കയറ്റണമെന്നും പറഞ്ഞ് നിങ്ങൾ ഈ കൊടി അങ്ങോട്ട് കെട്ടി അങ്ങ് മേളോട്ട് വിട്ടല്ലോ. എന്നിട്ടല്ല അത് ഇടയ്ക്ക് വെച്ച് കുരുക്ക് വീണ് പോയി. കുരുക്ക് വീണ് പോയല്ലേ? എന്നിട്ട് ആ കുരുക്കൊന്നും അടിക്കാൻ വേണ്ടി അത്രയും ടീച്ചർമാരുണ്ടായിട്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്തു? ഞങ്ങൾക്ക് പിള്ളേരെ പഠിപ്പിക്കുന്ന പണി, അല്ലാണ്ട് അടക്കാൻ വേണ്ടി കയറി കുരുക്കടിക്കുന്ന പണിയല്ല. നിങ്ങൾ ചെയ്യത്തില്ല. പക്ഷെ അപ്പോഴും ദാമോദരൻ മാഷ് ഇങ്ങോട്ട് മുണ്ടും മടങ്ങി നേരെ കൊടിമരത്തിലോട്ട് കയറി ആ കൊടിയിൽ കെട്ടുവെച്ച് കൂളാട്ട് ഓടി കയറി. അവിടെ നിന്ന സകല കുട്ടികളും ടീച്ചർമാരും എന്തിനു വേണ്ടി മാഷ് വരെ കണ്ടില്ലേ? എന്ത്? ദാമോദരൻ മാഷിന്റെ ശുഷ്കാന്തി. മാഷ് കരയാതെ ഇതാണ് എന്തെങ്കിലും പറയാം. കരയാതെ എന്താ കാര്യം എന്തെന്ന് പറയാൻ പറഞ്ഞു? ദാമോദരൻ മാഷ് പിരിഞ്ഞു പോണ വിഷമത്തിൽ കരഞ്ഞതല്ല ഞാൻ. പിന്നെ ഞാൻ എന്റെ വീട്ടിലെ കാര്യം ഓർത്തിട്ട് കരഞ്ഞതാ. വീട്ടിലെന്താ? ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോഴേ എന്റെ പെണ്ണുമ്പിള്ളയില്ലേ, എന്റെ ഭാര്യ, നമ്മുടെ കമല ടീച്ചർ, കമല, അവൾ എന്നോട് പറയുവാ, എടോ തനിക്കൊക്കെ എന്തെങ്കിലും ശുഷ്കാന്തി എന്താ? ശുഷ്കാന്തി കാണണമെങ്കിൽ ദാമോദരൻ മാഷിന്റെ ശുഷ്കാന്തി കണ്ടു പഠിക്കാൻ. മനസ്സിലായോ? എന്ത്? ദാമോദരൻ മാഷിന്റെ ശുഷ്കാന്തി.